പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട്. ഞാൻ ദേവരാജ് അമ്പലയിലാണ്. ഇത് വയനാട് ജില്ലയിൽ ചീരാൽ ഭാഗം, സുൽത്താൻ ബത്തേരി ഊട്ടി റൂട്ടിൽ ചീരാൽ ഭാഗം ബസ് റൂട്ട് ഫ്രണ്ടേജ്. ഒരു 10 മിനിറ്റ് ഇടവേളകളിൽ ബസ്സുകൾ ഉള്ള എല്ലാവിധ സൗകര്യമുള്ള ഏരിയ. സ്കൂളുകളും ആരാധനാലയങ്ങളും ആശുപത്രികളും എല്ലാ സൗകര്യമുള്ള ചീരാൽ ഭാഗത്ത് നമ്മൾ കണ്ടില്ല. ഈ റോഡിൽ നേരെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇത് നേരെ ഈ കാണുന്ന കൊച്ചു വീടും 86 സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. അതിൽ ഈ വീടും ഒരു 36 സെൻറ്റ് സ്ഥലത്തോളം നിരപ്പുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഒരു അര ഏക്കറോളം സ്ഥലം, അതായത് 50 സെൻറ്റോളം സ്ഥലം തട്ടായി ചെരിഞ്ഞ ഭൂമിയാണ്. നമുക്കൊരു വില്ല പ്രൊജക്റ്റ്, റിസോർട്ട്, ഹോം സ്റ്റേ അതിനൊക്കെയുള്ള പ്രൈവസിയൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എല്ലാ പേപ്പറുകളും ക്ലിയറാണ്. ഈ കൊച്ചു വീടുമാണ് ഉള്ളത്. അപ്പം ഇതിൽ വെള്ളത്തിന് കിണറാണുള്ളത്. ഈ കാണുന്ന നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഈ വീടിൻ്റെ ഉൾവശം കാണുന്ന ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. അപ്പോൾ അത് നേരിട്ട് ബസ് ഏത് സമയം ബസ്സിന് പാസ് ചെയ്യുന്ന നല്ലൊരു എല്ലാവിധ ഗതാഗത സൗകര്യമുള്ള നല്ലൊരു റൂട്ട്. ടാർ റോഡിൽ എന്താണ്ടില്ലേ KSRTC ബസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയ്ക്കും അടുത്ത് ബസ് റൂട്ടിൽ നിന്ന് നേരിട്ട് ബസ് റൂട്ടിൽ നിന്ന് ഒരു 20 മീറ്റർ ദൂരം നേരെ വീട്ടിലേക്കുള്ളൂ. ഇത് ഈ വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പം ഇവിടെ 1.25 രൂപയൊക്കെ റോഡ് ഫ്രണ്ടേജ് സ്ഥലത്തിന് വിലയുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലവും ഒരു നാടൻ പ്രദേശമാണ്. എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. റോഡ് ആക്സസ്, കറണ്ട്, വെള്ളം എല്ലാം ഓക്കെ. ഇത് 86 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ആവശ്യപ്പെടുന്നത് 56 ലക്ഷം രൂപയാണ്. വളരെ ചെറിയ നെഗോഷ്യബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ രീതിയിലൊന്നും വില കുറയില്ല. നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ട്, വില്ല പ്രൊജക്റ്റ് എല്ലാത്തിനും അനുയോജ്യമായൊരു ഭൂമിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാൻ ദേവരാജ് വയനാട് എന്ന് യൂട്യൂബിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഫുൾ വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക. ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അപ്പം 94 95 36 57 30 എന്നാണ് നമ്പർ. അപ്പം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.